ഹൈ ഗായ്സ്, പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, 1924 ലീ കമ്മീഷൻ ലീ കമ്മീഷൻ പ്രകാരമാണ് ലീ കമ്മീഷൻ ഹാഡ് സജസ്റ്റഡ് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ഫോർ ദ ക്രിയേഷൻ ഓഫ് ആൻ അൺപ്രജുഡൈസ്ഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആശയം ഉടലെടുത്ത് വന്നത് ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തന്നെയാണ്. 1924 ലീ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ശരിക്കും പറഞ്ഞ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ആ ഒരു ആശയം നമുക്കിവിടെ വന്നത്. പിന്നെ ആഫ്റ്റർവേർഡ്സ് ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പബ്ലിക് സർവീസ് കമ്മീഷൻ വർ ക്രിയേറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ബോത്ത് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻട്രൽ സർവീസസ്. സെൻട്രലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിലും അതിന് വേണ്ടിയുള്ള ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ആ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിൽ വന്നു. ഓക്കെ, അടുത്താണ് യൂണിയൻ. ആദ്യം നമ്മൾ പറഞ്ഞതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 315 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ there shall be a permanent UPSC Union Public Service Commission. This body will conduct exam to appoint candidates to different posts of Indian civil service under Government of India. Government of India അടിയിൽ ഇഷ്ടംപോലെ പോസ്റ്റുകളിലും ഓരോ സിവിൽ സർവീസിനെ ഇൻക്ലൂഡ് ചെയ്യാനും അവരുടെ കാൻഡിഡേറ്റ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് UPSC. Article 315 to 323 of Indian Constitution deals with the appointment of UPSC members, functions and powers of UPSC. നമ്മൾ ഓരോ ആക്റ്റും എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോവുകയാണ്. ആക്റ്റല്ല, ഓരോ ആർട്ടിക്കിൾസ് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവാണ്. ആർട്ടിക്കിൾ 315, ആദ്യം തന്നെ ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. യൂണിയനും സ്റ്റേറ്റ്സിനും അതുപോലെ തന്നെ യൂണിയൻ്റെ ആണെങ്കിൽ UPSC, ഒരു സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള ആശയം വന്നത് ആർട്ടിക്കിൾ 315. ഇനി ആർട്ടിക്കിൾ 316 അപ്പോയിൻമെൻറ്റ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ്. അതായത് മെമ്പർ ഓഫ് UPSCയും PSCയുടെയും അവരുടെയൊക്കെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്, എത്ര വർഷമാണ് അവരുടെ ടേം ഓഫ് ഓഫീസ്, അങ്ങനെയൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 316. അടുത്ത് ആർട്ടിക്കിൾ 317 റിമൂവൽ ആൻഡ് സസ്പെൻഷൻ ഓഫ് എ മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. 317 അനുസരിച്ച് റിമൂവലും അതുപോലെ തന്നെ സസ്പെൻഷൻ ഓഫ് എ മെമ്പർ ഓഫ് PSCയുടെ തരത്തിലുള്ള അവരുടെ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 317. അടുത്ത ആർട്ടിക്കിൾ 318 പവർ ടു മേക്ക് റെഗുലേഷൻസ് ആസ് ടു ദ കണ്ടീഷൻസ് ഓഫ് സർവീസ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ്സ് ഓഫ് ദി കമ്മീഷൻ. അതാണ് ആർട്ടിക്കിൾ 318. ഇനി ആർട്ടിക്കിൾ 319 പ്രൊഹിബിഷൻ ആസ് വെൽ ആസ് ഹോൾഡിംഗ് ഓഫ് ഓഫീസ് ഓഫ് എനി മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഓൺ സീസിങ് ഓൺ സച്ച് മെമ്പേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു എംപ്ലോയി ആണെങ്കിൽ ഹി ഷാൽ നോട്ട് ഹോൾഡ് എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അതിപ്പോൾ UPSCയുടെ കാര്യത്തിലും മെമ്പേഴ്സിനും അതുപോലെ തന്നെ PSCയുടെ മെമ്പേഴ്സ് ആണെങ്കിലും ആ കാര്യം ബാധകമാണ്. പ്രൊഹിബിഷനാണ്, അവർക്ക് അങ്ങനെ ഒരു ഓഫീസ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ആർട്ടിക്കിൾ 320 ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 320. അടുത്ത ആർട്ടിക്കിൾ 321 പവർ ടു എക്സ്റ്റെൻഡ് ഫങ്ഷൻസ് ഓഫ് UPSCയുടെ പവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 321. അടുത്ത ആർട്ടിക്കിൾ 322 എക്സ്പെൻസസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സ്പെൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്, അനുച്ഛേദം 323. അടുത്ത ആർട്ടിക്കിൾ 323 റിപ്പോർട്ട്സ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ട്സിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 323. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? UPSCയുടെ ഫങ്ഷൻസ്. ഒന്നാമത്തെ ഫങ്ഷൻസ്, UPSC കണ്ടക്ട്സ് എക്സാംസ് ഫോർ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആൻഡ് പബ്ലിക് സർവീസ് ഫോർ ഡിഫറെൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. എല്ലാ തരത്തിലുള്ള യൂണിയൻ ടെറിട്ടറീസിലും സ്റ്റേറ്റ്സിനും വേണ്ടിയുള്ള ആ ഒരു അവരിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി ഒരു ഓൾ ഇന്ത്യ എക്സാം കണ്ടക്ട് ചെയ്യുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫംഗ്ഷൻ. ഇനി കോമ്പോസിഷൻ ഓഫ് UPSC മെമ്പേഴ്സ്. ദ പ്രസിഡന്റ് ഷാൽ അപ്പോയിൻറ്റ് UPSC ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. പ്രസിഡൻ്റ് ആണ് UPSC ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈച്ച് മെമ്പർ ഷാൽ ഹോൾഡ് ഫോർ എ ടേം ഓഫ് 6 years ഓർ അറ്റൈൻ ദി ഏജ് ഓഫ് 65. 6 വർഷം വരെയും 6 വർഷമാണ് അവർ ഓഫീസിലിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് 65 വയസ്സ് പൂർത്തിയായാൽ മാത്രം അവർ റിട്ടയർഡ് ആവും. ഓക്കെ, സോ ചെയർമാനെയും അതുപോലെ തന്നെ അതർ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇപ്പോഴത്തെ UPSCയുടെ ചെയർമാൻ പ്രദീപ് കുമാർ ജോഷി ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിനകത്ത് ആദ്യം പറഞ്ഞു തന്നെ വാട്ട് ഈസ് ആർട്ടിക്കിൾ 324 എന്നുള്ള കാര്യമാണ് ആദ്യം പറയാനുള്ളത്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിത്ത് ദ പവർ ഓഫ് ഡിറക്ഷൻ,
superintendence and control of election to parliament, legislature, state legislature, office of president of India and office of vice president of India. പാർലമെൻറ്റിൽ ഏത് ഇലക്ഷൻ നടത്താനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഒരു ഇലക്ഷൻ നടത്താനും പ്രസിഡൻ്റ് ഇലക്ഷൻ നടത്താനും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് ഇലക്ഷൻ നടത്താനും ഉള്ള ഫൈനൽ വേർഡ് പറയാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ഓക്കെ, ഇനി ദി ഓഫീസ് ഈസ് ഹെൽഡ് ബൈ എ ടേം ഓഫ് 6 years ഓർ അറ്റൈൻ ദി ഏജ് ഓഫ് 65. 65 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ 6 വർഷമാണ് അവരുടെ ആ ഒരു കാലാവധി. വിച്ച് എവർ ഹാപ്പൻസ് ഫസ്റ്റ്, ഏതാണോ ആദ്യം നടക്കുന്നത് അതനുസരിച്ച് അവർ പുറത്തു പോകും. ദേ ക്യാൻ ഓൾസോ ബി റിമൂവ്ഡ് ഓർ റിസൈൻ അറ്റ് ദി എനി ടൈം ഓഫ് ബിഫോർ ദി എക്സ്പയറി ഓഫ് ദ ടേം. അവരെ റിമൂവ് ചെയ്യാനോ അതുപോലെ തന്നെ അവർക്ക് സ്വയം റിസൈൻ ചെയ്ത് പോകാനുമുള്ള കാര്യം പറ്റും. ഇനി ആർട്ടിക്കിൾ 324 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെൻഷൻസ് ദ പ്രൊവിഷൻസ് ടു സേഫ് ഗാർഡ് ആൻഡ് എൻഷുർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയുള്ള അവർക്ക് അവരുടെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് ആർട്ടിക്കിൾ 324 പറയുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഒരു സ്റ്റാറ്റ്യൂട്ട് വഴി ഒന്നും വന്ന ഒരു ബോഡിയല്ല, അത് ഭരണഘടനയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആൻഡ് ഓൺ 25th January 1950, 25th January 1950 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടു. ആൻഡ് ഈ 25th January നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിൻ ദി ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്, ടെറിട്ടോറിയൽ ഏരിയാസ് ത്രൂ ദ കൺട്രി ഓൺ ദി ബേസിസ് ഓഫ് ഡെലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. അതായത് ഓരോ തരത്തിലുള്ള ഇലക്ട്രൽ പോൾസ് നിർവഹിക്കുക, ഓരോ തരത്തിലുള്ള ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഏതൊക്കെയാണെന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ എയിം. പ്രിപ്പയറിംഗ് പീരിയോഡിക്കലി റിവിഷൻ ഇലക്ട്രൽ പോൾസ് ആൻഡ് രജിസ്റ്ററിംഗ് എലിജിബിലിറ്റി വോട്ടേഴ്സിനെ കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ID കാർഡ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ എയിമിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് ആർട്ടിക്കിൾ 324 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് മെയ്ഡ് the following provisions with regard to the composition of election commission. The president appoints, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പ്രസിഡൻ്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുക. അതുപോലെ തന്നെ MPs MLA ഉള്ള ഒരു അഡ്വൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഏത് ഇലക്ഷൻ ആണെങ്കിൽ പോലും MPസിൻ്റെയോ MLAസിൻ്റെയോ അങ്ങനെയുള്ള ഏത് ഇലക്ഷൻ, ഈവൻ ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെയും ഇലക്ഷൻസിനെ കുറിച്ചൊക്കെ അവരുടെ ഫൈനൽ വേർഡ് പറയുന്ന ഇലക്ഷൻ കമ്മീഷനായിരിക്കും. ഇനി who elects the members of election commission എന്നൊരു ചോദ്യമുണ്ട്. The president appoints chief election commissioner and other election commissioners. ഓക്കെ, ഇനി അതിന് ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 324 സൂപ്പരിൻറ്റൻഡൻസ് ഡിറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ് ടു ബി വെസ്റ്റഡ് ഇൻ ആൻ election commission. Article 325 no person to be ineligible for inclusion in or claim to be included in a special electoral poll on the ground of religion, race, caste, sex. റിലീജിയൻ്റെ പേരിലോ കാസ്റ്റിൻ്റെ പേരിലോ സെക്സിൻ്റെ പേരിലോ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാളൊരു വോട്ടറാകാൻ ഇയാൾ അവകാശമില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. വെദർ ഹി ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് അറ്റൈൻ ദി ഏജ് ഓഫ് മെജോറിറ്റി ഹി ഹാവ് ദ റൈറ്റ് ടു വോട്ട് എന്നാണ് ആർട്ടിക്കിൾ 325 പറയുന്നത്. ആർട്ടിക്കിൾ 326 പറയുന്നതാണ് അടുത്ത് പറയാൻ പോകുന്നത്. എലക്ഷൻസ് ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ദി ബേസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അഡൽട്ട് ഫ്രാഞ്ചൈസ് 1 person 1 vote 1 value എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരമാണ് ഹൗസ് ഓഫ് പീപ്പിളിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ഒക്കെ എലക്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് 326 പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 327 ആണ് പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു മേക്ക് പ്രൊവിഷൻസ് വിത്ത് ദ റെസ്പെക്ട് ഓഫ് ദി ഇലക്ഷൻ ഓഫ് ലെജിസ്ലേച്ചേഴ്സ്. അടുത്ത ആർട്ടിക്കിൾ 328 പവർ ഓഫ് ലെജിസ്ലേച്ചർ ഫോർ എ സ്റ്റേറ്റ് ടു മേക്ക് provisions with the respect of election such legislature. അടുത്ത ആർട്ടിക്കിൾ 329 ആണ് ബാർ ടു ഇൻ്റർഫിയറൻസ് കോർട്ട് ഇൻ ഇലക്ട്രൽ മാറ്റേഴ്സ്. ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള കോടതിയുടെ ആ ഒരു പരിമിതിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 329 പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. VS രമാദേവിയാണ്. ഇനി ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള 23rd ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. ഇനി ഇനി അതുപോലെ തന്നെ കാര്യം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുണ്ട്, സെൻട്രലിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരായിരിക്കും എന്ന് വെച്ചാൽ അത് ഗവർണർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ
അത് ഓർത്ത് വയ്ക്കുക. സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ആൾ. VS രമാദേവിയാണ് ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആദ്യത്തെ ഇപ്പോൾ ഫസ്റ്റ് മലയാളി ടു ബി ഹോൾഡ് ഇൻ ദ പൊസിഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഒരു മലയാളി ആദ്യമായിട്ടിരുന്ന മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷനാണ്. ഈ അടുത്തിടെയാണ് മരിച്ചത്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.